ജയദീപത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജയൻ അനുസ്മരണ പരിപാടി തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂരിലെ പ്രിയപ്പെട്ട പ്രിയൻ മണ്ണുത്തി, അതായത് ജയനെ അനുകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, അതുപോലെ തന്നെ ജയേട്ടൻ്റെ അമ്മാവൻ്റെ മകൻ, ഇവർ ജയേട്ടൻ്റെ ഓർമ്മകൾ നമ്മളോട് പങ്കുവച്ചു. കൂടെ നമ്മുടെ ഇത്തിരി നേരത്തിൻ്റെ പ്രിയ സഹയാത്രികൻ സുരേന്ദ്രൻ ചേമോട്ടോടും കൂടിയുണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ജയൻ്റെ ഓർമ്മകളിൽ ജീവിച്ചിരുന്ന ഒരാൾക്കാരാണ്. കാരണം ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ജയരാജ് സാറ് പറഞ്ഞ പോലെ രജനീകാന്ത് അതിൻ്റെ ഒരു വലിയൊരു മുഖമായിരുന്നു ശരിക്കും മലയാളത്തിൻ്റെ ജയേട്ടൻ. അങ്ങനെ തന്നെയായിരുന്നു. സാറിൻ്റെ ഓർമ്മകളിൽ ജയേട്ടനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അന്നത്തെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ അണ്ണൻ മനഃപൂർവ്വം ഒന്നും ഉണ്ടാക്കിയൊരു സ്റ്റൈലല്ല. അത് അണ്ണൻ്റെ മാനോത്സവം, ചെറുപ്പം മുതൽ തന്നെ അണ്ണൻ്റെ ഒരു മാനോത്സവം. ഈ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് അണ്ണൻ്റെ ആ നടപ്പ്, ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു പോകണം, അതിൻ്റെ നടപ്പും ഇരിപ്പും സംസാര ശൈലിയൊക്കെ തന്നെ നമ്മൾ സിനിമയിൽ കാണുന്ന അതേ ജയൻ തന്നെയാണ് ജീവിതത്തിലുള്ള കൃഷ്ണൻ നായർ, അല്ലെങ്കിൽ ദേവിയൻ എന്ന് പറയുന്ന ആൾ. പുള്ളി അതിൻ്റെ കുഞ്ഞുനാൾ പോലെ ഞങ്ങളത് 20 വയസ്സ് വ്യത്യാസമുണ്ട്. കുഞ്ഞുനാൾ പോലെ അണ്ണനെ കാണുമ്പോൾ അണ്ണന് ഇതേ സ്റ്റൈലിൽ കാണും. ബൈക്കിൽ വരുന്ന വരവും ആ അറക്കവും മനസ്സിലായി, കാറിൽ വരുന്ന വരവും. ആ കാറൊക്കെ ഞാൻ പല ഇൻ്റർവ്യൂലും പറയുന്നുണ്ട്, ഈ കാറൊക്കെയാണ് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത്, അതുപോലെ വേഷം ചെയ്യുന്നത്. ഇതൊക്കെ വളരെ വൃത്തിയായിട്ടുള്ള ഒരു ഭയങ്കര ഇത് പെർഫെക്ഷനായുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഇപ്പോൾ സിനിമയിലാണ് അണ്ണൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല, പുള്ളി പറഞ്ഞില്ല ഗുസ്തി പഠിച്ചു എന്നല്ലേ, കുളച്ചർ അറിയില്ല. പുള്ളിയാണ് ഗുസ്തി കണ്ടിട്ട് ഗുസ്തി വേണമെന്ന് ആഗ്രഹം, മനസ്സിലായില്ല. അങ്ങനെ കൊച്ചുനാൾ പോലെ ഈ നാടകത്തിലും പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കലാരംഗത്ത് നാടകത്തിൽ നല്ലോണം പാടുമായിരുന്നു, നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു, NCCയിലുണ്ടായിരുന്നു, നീന്തുമായിരുന്നു, എല്ലാ അടിപൊളി കൂട്ടുകാരുമായിട്ടുള്ള പാമ്പിനെ പിടിക്കുമായിരുന്നു, മരത്തെ കയറിയിട്ട് തലയിടിച്ച് കിടക്കുമായിരുന്നു. ഇതൊക്കെ അണ്ണൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള സാഹസികരുടെ ഒരു രൂപമാണ്. അത് പിന്നെ സിനിമയിൽ വന്നപ്പോൾ ആക്ച്വൽ കാരെന്താണ് അത് അവസരം കാണിച്ചത്, അത് വലിയ നമുക്ക് ഭയങ്കര ഹീറോയിസമായിട്ട് തോന്നിയെന്നല്ല, അത് നമ്മളാരും ചെയ്യാത്ത കാര്യങ്ങൾ കുഞ്ഞുനാൾ മുതലേ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ജയൻ. അത് സിനിമ വന്നപ്പോൾ അത് വലിയ ഇഷ്ടമായിരുന്നു. മാതൃകാപുരുഷനായി ഒരു ഹീറോ എന്ന് വെച്ചാൽ എന്തും ചെയ്യാൻ എന്തും ധൈര്യം കാണിക്കുന്ന ഒരു നമുക്കല്ല, അത് ഒരു അസാധാരണമായ ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു ആളായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടുന്നുള്ള ആ മനസ്സിന് നമുക്ക് ചെയ്യാൻ ഒക്കാത്ത ഒരാളെ വേറൊരാൾ ചെയ്യുമ്പോൾ, അസാധ്യമായൊരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ആരാധന. അതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് അണ്ണനെക്കുറിച്ച്. അങ്ങനെ അപ്പോൾ എല്ലാം ജനഹൃദയങ്ങളിലൊക്കെ ഇപ്പോൾ സിനിമയുടെ വന്നപ്പോഴത്തേനും ആ ഒരു പൗരുഷം എന്താണോ അല്ലേ, വാരിയൽസ് എന്താണ്, ആ പൗരുഷം എന്താണോ, ആണുങ്ങൾക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട വലിയൊരു താരാരാധന പറയുമ്പം അവർ പെണ്ണുങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ധാരാളം ആണുങ്ങളെ പോലെ തന്നെ ധാരാളം സ്ത്രീകളും അന്നൊക്കെ ഒരുപാട് വിലക്കുകളും ഇല്ലേ അതിരുകളും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് പോലും എത്രയോ പേര്, ഇപ്പോൾ അന്ന് ഒരാൾ പറഞ്ഞു കേട്ടില്ലേ, ഒരു സിനിമ ഒരു ആരാധന, അങ്ങനെ എത്രയോ പേര്, ഒരുപാട് പേര് അവരറിയാത്തൊരു കഥാപാത്രമുണ്ട്, അണ്ണൻ ഒറിജിനലായിട്ട് ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമുണ്ട്, മനസ്സിലായി. അതൊക്കെ ഞാൻ പിന്നെ പറയാം, പുസ്തകം ഞാൻ ചെയ്യും. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ അങ്ങനെ എടുത്തു പറയാനായിട്ട് അങ്ങനെ എന്തെങ്കിലും? അണ്ണൻ്റെ ഇഷ്ടപ്പെട്ട കാരണം എല്ലാ സിനിമയും ചില അങ്ങനെ ഒരു ഓർമ്മയിലില്ല. മിക്കവാറുമൊക്കെ അന്നും കാണുമായിരുന്നു. അപ്പച്ചി വിടത്തില്ല, അപ്പച്ചിയെ കട്ടിട്ടാണ് ഞാൻ സിനിമയ്ക്ക് പോകുന്നത്. ഏതോ ഒരു സിനിമയ്ക്കകത്ത് അണ്ണൻ കുഞ്ഞിയായിട്ടുണ്ടോ സിംഹമായിട്ടുണ്ടോ അടിയുണ്ടാകുന്നു, ആ സിനിമ ആയിട്ട് ഞാൻ അത് വിട്ടു. അതേ സിനിമയായി ആവേശം, അത് അപ്പച്ചി വിട്ടു. അപ്പോൾ ഞാൻ എന്നിട്ട് അപ്പച്ചി എടുത്ത് വന്നുകൊണ്ട് അപ്പച്ചി അണ്ണനെ സിംഹമായിട്ടോ കൊണ്ട് അപ്പച്ചി നിലവിളിക്കുന്ന ഒരു രംഗമാണ്. പിന്നെ ദീപം ഞങ്ങളുടെയൊക്കെ കാലത്ത് പുലി ആനേനെയൊക്കെ പിടിക്കുന്ന ഒരേ ഒരാൾ ജയനായിരുന്നു. ഒരു പേടിയില്ലാതെ അല്ലേ, ഒരു പേടിയില്ലാതെ പെരുമ്പാമ്പിനെ 15 വയസ്സുള്ളപ്പം കൂട്ടുകാരുമായിട്ട് പോയി, സ്കൂളിൽ നിന്ന് കൂട്ടുകാരുമായിട്ട് പോയി. അന്ന് വെള്ളപ്പൊക്കം വരുമ്പോൾ ഈ കായൽ വഴി വെള്ളം ഒഴുകി വന്നിട്ട് പാമ്പുകൾ പെരുമ്പാമ്പുകൾ കയറുക. അപ്പോൾ അങ്ങനെ അടുത്തൊരു കാവിനകത്ത് പെരുമ്പാവ് വന്നെന്ന് ഈ പിള്ളേരെല്ലാം അറിഞ്ഞിട്ട് ഈ പെരുമ്പാമ്പിനാണ് കയറി പിടിക്കുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ പെരുമ്പാമ്പ കുഴപ്പമൊന്നുമില്ല, ഈ പാമ്പിനെ അറിയാവുന്ന ഒരാൾ, അത് പിടിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കയറി ആദ്യം വാലെ പിടിച്ചാൽ മതി. വാലെ പിടിച്ചവൻ കയറി ആദ്യം ആര് പിടിക്കും, പുള്ളി കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരോടും പിടിച്ചു. അങ്ങനെയൊക്കെ ഭയങ്കര കുഞ്ഞുനാളി മല ആ സാഹസികത്തിൻ്റെ ബ്രേവ്നെസ് എന്ന് പറഞ്ഞാൽ ആ വാരിയർ സ്വഭാവം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെയൊക്കെ പൂർവികർ പട്ടാളത്തിൽ നായർ പട്ടാളത്തിലൊക്കെ ഉണ്ടായിരുന്നവരാണ്. അവർ മറ്റേ കൊല്ലത്തെ രാജാവില്ലേ, രാജാവ്. അപ്പോൾ അങ്ങനെ ഒരു പൂർവ്വചരിത്രവും ഉണ്ട്. അങ്ങനെ അവരെല്ലാം തന്നെ അങ്ങനെ നല്ല നീളവും എണ്ണവും അപ്പോൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു സവിശേഷത ഉണ്ട്.
ആ ഒരു ധൈര്യം കാണിക്കുന്നുള്ളൂ. അപ്പം നമുക്കൊന്നും ചിലപ്പോൾ ഇനി ധൈര്യം കാണത്തില്ല, പകുതി ഇതൊക്കെ അല്ലാതെ കാണത്തുള്ളൂ. അതെല്ലാം അല്ല, മൺമറഞ്ഞു പോയ ഒരു വ്യക്തിയെ ഇപ്പോഴും നമ്മൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോഴേ അദ്ദേഹം തന്നെയാണ് ഇവിടുത്തെ താരരാജാവ് ഇപ്പോഴും. അത് ഞാനല്ല പറയേണ്ടത്. കാരണം പറഞ്ഞാൽ നമ്മൾ ഏറ്റെടുത്തു വേണം. മനസ്സിൽ നമുക്ക് ആ ഒരു വ്യക്തി സ്വഭാവം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളൂ. വേറെ ആരും എന്താ സത്യൻ ഹീസ് ആൾസോ വെരി ബെസ്റ്റ് ആക്ടർ. കൊട്ടാര ശ്രീകുമാരൻ, സത്യനുണ്ടായിരുന്നു, പ്രേംനസീർ ഉണ്ടായിരുന്നു, നല്ല സുന്ദരനല്ലായിരുന്നു. അപ്പോൾ പ്രിയൻ സ്ഥിരമായിട്ട് ജയനെ അനുകരിക്കുന്ന ഒരാളാണ്. പ്രിയൻ എന്താ പറയാ ജയനെ കുറിച്ചിട്ട്? പ്രിയന്റെ ഓരോ ചലനങ്ങളും അതെ ജയനെ തന്നെ കണ്ടാ ചിരി. അതെ 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 അതെ. മലപ്പുറത്ത് നിന്ന് ഉണ്ണിയേട്ടുണ്ട് എന്ന് പറഞ്ഞ ആ വ്യക്തിനെ പകരം വെക്കാൻ ഇതുവരെ ഇല്ല, ഇഞ്ഞിട്ടുണ്ടാവില്ല. അതെ, ഏത് നടന്മാർ വന്നാലും ആര് വന്നാലും ജയനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും എന്താണ്, എൻ്റെ ഓർമ്മച്ച കാലം മുതൽ സിനിമ കണ്ടതിൽ മനസ്സിൽ കൊണ്ട ഒരാളാണ്. വേറെ എത്ര നടന്മാർ വന്നു പോയി, ജയനെ പറ്റി ഇപ്പോഴും 45-46 വർഷമായിട്ടും നമ്മൾ ഇങ്ങനെ മലപ്പുറത്തു നിന്നൊക്കെ വന്ന് എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് വേറൊരു നടന്മാരും ഇങ്ങനെ സംഭവങ്ങളില്ലല്ലോ. ഞാൻ ഓർക്കുന്നു ജയൻ നമ്മെ വിട്ടുപോയ ആ ദിവസം മദ്രാസിൽ എയർഫോഴ്സിൻ്റെ എയറോഡ്രോമിൽ വെച്ചിട്ട് ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഹെലികോപ്റ്ററിലുള്ള എപ്പിസോഡിലാണല്ലോ ഒരു ഈ ആക്സിഡൻ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനതിന് കുറച്ച് മാറിയിട്ടൊരു റൂമിൽ ഞാനും എം.എൻ. നമ്പ്യാരും ഞങ്ങൾ രണ്ടുപേരും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സീൻ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സീനുള്ളൂ. അതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കര ശബ്ദം കേൾക്കണം. ജനലിൽ കൂടെ നോക്കിയപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. അപ്പോൾ ആരോ ഓടി വന്ന് പറഞ്ഞു ഇങ്ങനെയാണ് അവിടെ ഹെലികോപ്റ്റർ ആക്സിഡൻ്റ് ഉണ്ടായി. ഞാനും അദ്ദേഹം ഉടനെ അവിടെ കിടന്ന് വണ്ടിയിൽ അവിടെ ചെന്നു. ഞങ്ങൾ ഇറങ്ങും കുറച്ച് ദൂരം ഉണ്ട്, 1.5 കിലോമീറ്റർ ദൂരെയാണ് ഈ ഷൂട്ടിങ് നടക്കുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ജയനെ അവിടുന്ന് കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. അടിവട്ട ഹെലികോപ്റ്റർ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഉടനെ പോയി കയറിയ കാറിൽ തന്നെ നേരെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എല്ലാവരെയും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. 4-5 പേരുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ എന്നെ മാത്രം അകത്തോട്ട് ഹോസ്പിറ്റലിനകത്തേക്ക് കയറ്റി വിട്ടു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ജയൻ്റെ ഡെഡ് ബോഡിയാണ്, ജീവനില്ലാത്ത ജയനെ. അപ്പോഴും ജീവനുള്ളതുപോലെ കിടക്കുന്നു. ചെന്നൈ എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്ത് പോയി അവിടെ ഹാളിൽ അവിടെ എല്ലാ നാട്ടുകാർക്ക് കാണാൻ വേണ്ടി വയ്ക്കുന്ന ആ അവസരം വരെ ഞാനുണ്ടായിരുന്നു കൂടെ. പിന്നെ നിൽക്കാൻ വയ്യ ഞാൻ തിരിച്ചു പോയി. ഇത്രയും അധികം പരിശ്രമിക്കുന്ന, എത്ര ജോലി ചെയ്താലും ക്ഷീണിക്കാത്ത ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല. ക്ഷീണം എന്നൊരു വാക്ക് ഒരിക്കലും ജയൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. രാത്രി മുഴുവൻ ജോലി ചെയ്താലും പിറ്റേ ദിവസം കാലത്തിരിച്ച് ജോലി ചെയ്യാൻ പോകും. ഈ നെവർ ഗെറ്റ്സ് ടയർഡ്. എങ്ങനെ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. ജയൻ്റെ പടങ്ങൾ നിങ്ങളെല്ലാവരും കാണുന്നതാണ്. പക്ഷെ വിട്ടുപോയെങ്കിലും ഇന്നും ആ ചെറുപ്പത്തോടെ ജയൻ നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഇത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു ജയൻ്റെ വാർഷികം, അതിൻ്റെ ആഘോഷങ്ങൾ. ഒരാളുണ്ട് തൃശ്ശൂർ, അയാൾ ജയൻ്റെ വേഷത്തിൽ കൂളിംഗ് ഗ്ലാസ്സുമൊക്കെ വെച്ചിട്ട് തട്ടുകട നടത്തുന്നു. അയാളിവിടെ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു. അയാൾ എന്നോട് പറഞ്ഞത് ഇത് ഈ വേഷം കിട്ടുന്നതിന് മുമ്പേ തട്ടുകടയിൽ ബിസിനസ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ ജയനായിട്ട് ഇവിടെ നിന്നിട്ട് കച്ചവടം തുടങ്ങിയപ്പോൾ ഇപ്പോൾ നല്ലപോലെ കച്ചവടം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മരിച്ചത് വലിയൊരു ദുഃഖം തന്നെയാണ്. ഇപ്പോൾ ജയൻ ജീവിച്ചിരുന്നതിൽ ഒരു 44 വയസ്സ് കൂടുതലും തന്നെ. ഒരുപക്ഷെ അപ്പോഴത്തെ പോലെയുള്ള ഫാൻ ഫോളോയിങ് ഇപ്പോഴും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഏതായാലും ജയൻ്റെ ശരീരം നമ്മിൽ നിന്ന് അകന്നു പോയെന്ന വരിയിലും ജയൻ്റെ ആത്മാവിന്ന് മലയാളികളുടെ പ്രത്യേകിച്ച് സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു. അത് ആ ചെറുപ്പത്തോടെ ജീവിച്ചിരിക്കുന്നു. സത്യത്തിൽ വലിയ അത്ഭുതമാണ്. മരിച്ചതിൻ്റെ ദുഃഖം മാറുന്നത് ഇന്നും ജയൻ ചെറുപ്പമായിട്ട് കേരളീയരുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നല്ലോ എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ ജയനെ ഓർത്തു പോകുന്നു. കാരണം ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ആയിരുന്നു
സിനിമ പല സിനിമകളിലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. മിക്കവാറും ഞാൻ ഷൂട്ടിങ്ങിന് പോകുന്നതും വരുന്നതും ജയൻ്റെ കാറിൽ ജയൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടത് വശത്തിരുന്നിട്ടായിരുന്നു. ഏത് ഒരു ലോങ് ട്രിപ്സൊക്കെ അങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിലും അത് ഇപ്പോഴും ആ പ്രായത്തിൽ ജയൻ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, റാദർ അനുഭവിക്കുന്നു.